പോക്കോയുടെ രണ്ട് ഫോണുകളാണ് ഇന്ന് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പോക്കോ X3 പ്രോയും പോക്കോ F3യും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഫോണുകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് തന്നെ പോക്കോയുടെ പോക്കോ X3 Pro എന്ന ഫോണിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പോക്കോ X3യുടെ ഒരു സക്സസർ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫോണായിട്ടാണ് പോക്കോ X3 Pro ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ മെയിൻ പ്രത്യേകതകൾ എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസൊക്കെ അവർ കൂട്ടുകയും കുറച്ച് സ്പെസിഫിക്കേഷൻസ് കുറയ്ക്കുകയും ചെയ്തിട്ടാണ് പോക്കോ X3 Pro ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 6000 mAh ബാറ്ററി ഉള്ളത് ഇപ്പോൾ അവർ കുറച്ചിട്ട് 5160 mAhൻ്റെ ബാറ്ററി ആക്കി മാറ്റിയിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ മാറ്റി ഇപ്പോൾ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയായിട്ടാണ് പോക്കോ X3 Pro വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് വരുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറയുന്ന പ്രൊസസ്സർ മാറ്റിക്കൊണ്ട് 860G എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 4G പ്രോസസ്സർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, 5G ഒന്നുമല്ല. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഈ ഫോൺ. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ X3 പ്രോൻ്റെ പ്രൈസ് വന്നിരുന്നത് ഒരു 23,000 പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇവരിപ്പോൾ ഈ ഒരു പ്രൈസും കുറച്ച് തന്നെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 21,500 രൂപ പ്രൈസിലായിരിക്കും ഈ ഫോൺ വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സ്പെക്സൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു പോക്കോ X3 എന്ന് പറയുന്ന ഒരു ഫോണിലേക്ക് വരുമ്പോൾ നല്ലൊരു സെറ്റ് സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് അവരിപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 860G എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെ കൂടെ തന്നെ UFS 3.1 സ്റ്റോറേജൊക്കെ ആയിട്ടാണ് ഈ ഫോണിപ്പം വരാൻ പോകുന്നത്. ഗെയിമിംഗ് ഒക്കെ ഉദ്ദേശിച്ചാണ് നിങ്ങളൊരു ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ടുള്ളൊരു ചോയ്സ് തന്നെയായിരിക്കും പോക്കോ X3 Pro. അടുത്തതായിട്ട് പോക്കോയുടെ F3 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോൺ വരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 870 എന്ന് പറയുന്ന നല്ലൊരു പ്രൊസസ്സറുമായിട്ടാണ്. ഇതൊരു 5G ഫോൺ കൂടിയാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ അതൊരു 4G ആയിരുന്നു. ഇപ്പോൾ ഈ ഫോണിൽ നമുക്ക് 5G ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു പ്രൈസിലായിരിക്കും ഈ ഫോൺ വരിക. 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 1300 നിറ്റ്സാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10ൻ്റെ സപ്പോർട്ടും 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും 360 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണുകളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കും പോക്കോ F3യിൽ വരാൻ പോകുന്നത്. കൂടാതെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും NFC-യുടെ സപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസൈൻ വൈസ് കുറച്ച് ചേഞ്ചൊക്കെ അവർ ഇപ്രാവശ്യം വരുത്തിയിട്ടുണ്ട്. MIയുടെ 11 ആ ഒരു റേഞ്ചിലേക്ക് ഒക്കെ അവർ ഡിസൈൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4520 mAhൻ്റെ ബാറ്ററി ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം കുറഞ്ഞൊരു ബാറ്ററിയാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോക്കോ X3 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി കുറച്ചതുകൊണ്ട് തന്നെ സ്ലിം ആയിട്ടുണ്ട് കുറച്ചുകൂടി ഫോൺ. 7.8 mm ആണ് ഇതിൻ്റെ തിക്നെസ് ഇപ്പം വരുന്നത്. 196 ഗ്രാം, അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഫോൺ കൂടിയാണ് പോക്കോ F3. ഈ ഫോണിൻ്റെ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ആയിട്ടാണ്. 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം രണ്ട് ഫോണുകളും നല്ല സ്പെസിഫിക്കേഷൻസൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. പോക്കോ F3 നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. ഒരു 5G ഫോണിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോക്കോ F3 ഒരു ചോയ്സ് തന്നെയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളും നല്ലൊരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഫോണുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് പോക്കോ ഇപ്രാവശ്യം നമുക്ക് ഗ്ലോബലി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ 30-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഇപ്പം അറിയാൻ കഴിയുന്നത്. ആ ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.